ടാസ്ക് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. SGST ഡെപ്യൂട്ടി കമ്മീഷണർ രമേശൻ കോളിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളെ ഈ സംഘടന എന്നുള്ള രീതിയിലും വ്യക്തികൾ എന്ന രീതിയിലും ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ച് ആ പ്രൊഫഷണലിസം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങളും മാറണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാത്ത ആളുകൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവുക തന്നെയും യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടാവും. ഈ 2017 വന്നിതാണ് 10 വർഷം. അടുത്ത 2016 കഴിയുന്നതോടെ GST 10 വർഷം പൂർത്തിയാക്കിയാണ്. ഈ സമയങ്ങളിൽ തുടർച്ചയായി വന്ന ഒരുപാട് നിയമക്കുറിപ്പുകളും നൂലാമാലകളും GST നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷനുകളൊക്കെ നിരന്തരം ആയിരക്കണക്കിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അതൊന്നും അപ്ഡേറ്റ് ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. അതിന് നമ്മൾ എന്ത് വേണം? നിരന്തരം പഠനം ഒരു പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ, കോടതി വിധികൾ, അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനുകൾ, സർക്കുലറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ വലിയ മാറ്റങ്ങളാണ് ഈ സമയങ്ങളിലൊക്കെ വന്നത്. GST 2017 ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഇല്ലാവാത്തൊരു മാറ്റം നമ്മുടെ കഴിഞ്ഞ 2023-24 നമ്മളെ ഒരു റീസ്ട്രക്ചറിങ് ഡിപ്പാർട്ട്മെന്റ് കേരള GSTയുടെ ഒരു റീസ്ട്രക്ചറിങ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിലൂടെ വന്നു. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ദിവ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് MR സുരേഷ് കുമാർ പതാക ഉയർത്തി. ഇൻകം ടാക്സ് ഓഫീസർ EP ജഗദീഷ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പ്രദീപ് ഗോകുൽ എന്നിവർ ആദായ നികുതി പഠന ക്ലാസ് നടത്തി. ജില്ലാ പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ചന്ദ്രശേഖരൻ സ്വാഗതവും NK കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ നാരായണൻ MV ആശംസയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.